നമ്മൾ ഈ ഹീലിംഗ് പ്രയറിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടൊരു ചെറിയ പ്രിപ്പറേഷൻ ആദ്യം നമുക്ക് ചെയ്തിട്ട് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനമായിട്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അതിനെ കുറച്ച് പുതിയ വീക്ഷണത്തിലൂടെ നമ്മൾ കാണണം. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആരംഭം മുതൽ പറയുന്നതെല്ലാം ഒരു രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. വെള്ളം വീഞ്ഞായി, കണ്ടോ? വാട്ടർ ഈസ് എന്താ വാട്ടർ? വെള്ളം എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും, വെള്ളത്തിൻ്റെ മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിനെ ഈശോ എന്താക്കി മാറ്റി? വീഞ്ഞ്. വീഞ്ഞിൻ്റെ മോളിക്യൂൾസ് എന്താണെന്നറിയോ? വീഞ്ഞിൻ്റെ മോളിക്യൂൾസ് CH3 CH2OH ആണ്. CH3 CH2OH. That is completely different family of molecules. CH3 CH2OH. അപ്പോൾ വെള്ളം എന്ന ആ സൃഷ്ടിയെ, ഓക്സിജനും ഹൈഡ്രജനും എന്ന ആ സൃഷ്ടിയെ യേശുവിൻ്റെ ദൈവിക ശക്തിയിലൂടെ, സർവാധിപ ശക്തിയിലൂടെ ആ സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റി എന്നുള്ളതാണ്. അത്രയ്ക്ക് പ്രമാദവും അത്രയ്ക്ക് സർവാധിപത്യവുമാണ് ഈശോയുടെ പ്രവർത്തനം. അതാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. എങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന്. അപ്പോൾ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് പണ്ടൊക്കെ ഞാനും പ്രസംഗിച്ചിരുന്നതാണ്. അവരുടെ കല്യാണ വിരുന്നിൽ ഭയങ്കര പ്രയാസം വന്നപ്പോൾ മാതാവ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവരെ ആ ദുഃഖസംഘത്തിൽ നിന്ന് രക്ഷിച്ചു. അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുത്തു. നമ്മുടെ കല്യാണത്തിന് ബിരിയാണി തീർന്നു പോയാൽ എന്തൊരു പ്രയാസമായിരുന്നു എന്നെ വിരുന്നുകാരൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ പ്രഘോഷിച്ചിരുന്നത്. ഈ കുറച്ച് നാൾ മുമ്പല്ലേ മനസ്സിലായത് അത് അവരെ വീഞ്ഞുണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല, അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അടയാളമായിരുന്നു. എന്താണ് മഹത്വം? ഞാൻ വന്നിരിക്കുന്നത്, ഈശോ വന്നിരിക്കുന്നത് പാപപങ്കിലമായ മനുഷ്യ വംശത്തെ മുഴുവനും ഈ ഒരു സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടിയാക്കുന്ന പോലെ രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ അതാണ് 2-ാം അധ്യായത്തിലെങ്കിൽ 3-ാം അധ്യായത്തിൽ ഈശോ അതിനെക്കുറിച്ചുള്ള പ്രബോധനമാണ് പറയണത്. നിക്കോദേമോസിനോട് പറയാണ്, നിക്കോദേമോസ് നിയമം എല്ലാം പാലിക്കുന്ന നല്ല ഒരു വിശുദ്ധനായ യഹൂദ പ്രമാണി, നിയമമെല്ലാം അറിയാവുന്ന ശാസ്ത്രിയാണ്. പറയാണ്, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിനക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതെങ്ങനെയാ ഞാൻ വീണ്ടും ജനിക്കണേ? അതാണ് പുതിയ സൃഷ്ടിയാവണം. 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ പണ്ഡിതനായ നിക്കോദേമോസ് ആണെങ്കിൽ 4-ാം അധ്യായത്തിൽ കാണുന്നത് ആരെയാ? യാതൊരു അറിവുമില്ലാത്ത പാപിനിയായ സമരിയാക്കാരിയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ്, കംപ്ലീറ്റ് കോൺട്രാസ്റ്റ്. അവിടെ നിയമപണ്ഡിതൻ, എന്നാൽ ഇത് നിയമം പാലിക്കാത്ത ഒരാൾ. അവളുടെ ചരിത്രം അറിയാമല്ലോ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. അപ്പോൾ എന്ത് നിയമം അവൾ പാലിക്കണേ? അവൾക്കൊരു നിയമമില്ല. കാരണം അവൾ യഹൂദയല്ലാനും, അവൾ സമരിയാക്കാരിയാണ്. അങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് യേശു ചെന്നിരിക്കുകയാണ്. ചെന്നപ്പോൾ അവളാകുന്ന ആ വെള്ളം വീഞ്ഞായി മാറിയോ? അവൾ കംപ്ലീറ്റ് രൂപാന്തരീകരിക്കപ്പെട്ടോ? ഇതാണ് 5-ാം അധ്യായത്തിലും 38 വർഷമായിട്ട് തളർന്നു കിടന്നിരുന്ന ഒരാൾ കുളത്തിൻ്റെ കരികെ കിടക്കണം. ആ കുളത്തിൽ വെള്ളം കലങ്ങണ നേരത്ത് ഇയാളെ ഒന്ന് ഇറക്കാൻ ആരുമില്ല. 38 വർഷമായിട്ട് കിടപ്പ് രോഗിയായിട്ട് കിടന്നിരുന്നു. എന്തുകൊണ്ട്? അയാളോട് കരുണ കാണിക്കാൻ നിയമമില്ല. നിയമം തെറ്റ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിച്ചിരുന്നവർ. ആ സാബത്ത് ദിവസം ഈശോ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. 38 വർഷത്തെ ആ തളർച്ച മാറ്റി പുതിയ സൃഷ്ടിയായി മാറിയോ? ഇല്ലേ? കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായി, അത് വേറെ കാര്യം. നമ്മുടെ പോയിന്റ് പുതിയ സൃഷ്ടിയാവുക. 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ പുതിയ സൃഷ്ടിയായി മാറും. അതാണ് കുർബാന. 7-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ജീവന്റെ ജലമാകുന്നു, ഇത് കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവൊഴുകും. 8-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, ഫരിസേയൻ പാപിനി ഈശോ.
ഇവിടെ ആരൊക്കെ പുതിയ സൃഷ്ടിയായി? ആരാണ് ആദ്യം പുതിയ സൃഷ്ടിയായത്? ആരിലാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരീകരണം ഇവിടെ ഉണ്ടായത്? ഫരിസേയനിൽ വരെ രൂപാന്തരീകരണം ഉണ്ടായി. ഫരിസേയൻ അവരുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിയണം, എറിഞ്ഞേ തീരൂ, അതവരുടെ നിയമമാണ്. എന്നാൽ അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ കൈകൾ തളർന്നു. അതായത് അവർ ചെയ്യാനിരുന്ന ഒരു കൊലപാതകം ചെയ്യാൻ പറ്റാതെ, എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുവൻ പാപം ചെയ്യാൻ കരുതി വന്നിരിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ ഈ രൂപാന്തരീകരണ ശക്തി അവനെ സ്പർശിച്ചപ്പോൾ അവൻ അത് ചെയ്യാൻ പറ്റണില്ല. അതാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് പലതും ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ബ്രദർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തങ്ങ് ജീവിക്കില്ലേ? കർത്താവ് കരുണയാണ്, കർത്താവ് ക്ഷമിക്കും. ഇങ്ങനെ ഒരു റിസ്ക്കാണ് ഇല്ലേ? എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം. പക്ഷെ അതിൻ്റെ പൂർണ്ണത ഇതാണ്. ഇവർ കൊലപാതകം ചെയ്യാൻ വന്നിരിക്കുന്നതല്ലേ? അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? അവരെ രൂപാന്തരപ്പെട്ടു. വെള്ളം വീഞ്ഞായി. അതാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾക്ക് പാപം ചെയ്യാൻ പറ്റാത്തവരാക്കി മാറ്റുന്നു. എങ്ങനെ? കൃപ. എന്താണ് കൃപ? ദൈവികത മാനുഷികതയെ ചേരുമ്പോൾ മാനുഷികത എന്തായി മാറുന്നു? ദൈവികതയാവുന്നു. അവർ കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കും ഇത് അനുഭവമുണ്ട്. ഇപ്പം നമ്മൾ ചിലരോട് പറയാറില്ലേ, അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ദേഷ്യം കയറി, ഞാൻ 2 കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, പിന്നെ വിചാരിച്ച് പോട്ടെ, നമ്മുടെ വീട്ടിലല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് തന്നെ അനുഭവമില്ലേ? 2 കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. അപ്പം എന്ത് സംഭവിച്ചു? അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റണില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ ഈശോ പിടിച്ചു നിർത്തുകയാണ്. വേണ്ട, ഇപ്പം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, വിട്ടുകള, മിണ്ടണ്ട. ഇത് നമുക്കുണ്ട് ഇങ്ങനത്തെ അനുഭവം, നമ്മുടെ ഡെയിലി ലൈഫിലുള്ളതാ. ശരിയാണോ ഇല്ലയോ? ഇത് തന്നെയാണ് അവരെ കൊല്ലണം എന്ന് വിചാരിച്ചു, പക്ഷെ അവർക്ക് പറ്റണില്ല. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഈശോ നമുക്ക് തരുന്നത്. നമ്മൾക്ക് പാപം ചെയ്യാൻ യഥാർത്ഥമായി ഈശോയുടെ കരുണയിൽ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഹീലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ രൂപാന്തരപ്പെട്ടു. നമ്മൾ വെള്ളം വീഞ്ഞായി മാറുന്നു. പിന്നെ വെള്ളത്തിൻ്റെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് പണ്ട് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അത് ആണ് ഈ അടുത്തെല്ലാം കാണുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെ പുതുവീഞ്ഞായി മാറി? ഫരിസേയൻ, അതേ സമയത്ത് പാപിനി, 2 പേരും രൂപാന്തരപ്പെട്ടു. ഇത് തന്നെയാണ് മുടിയനായ പുത്രൻ്റെ കഥയിലും. മുടിയനായ പുത്രൻ്റെ ചേട്ടനും പുതിയ സൃഷ്ടിയാവുന്നു. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്ക്. ഫരിസേയനായിരുന്ന സാവൂൾ പറയാണ്, ഞാനൊരു ഫരിസേയനായിരുന്നു, കർക്കശമായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവനായിരുന്നു. പക്ഷേ ആ സാവൂളിൽ പരിശുദ്ധാത്മാവ് സ്പർശിച്ചപ്പോൾ എന്തായി മാറി? സാവൂൾ പൗലോസായി മാറി. ഇന്ന് ഈ പൗലോസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബൈബിളിൽ എന്തായിരുന്നതിനെ അവസ്ഥ? ആ പൗലോസാണ് അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും, സമരിയാക്കാരി, മഗ്ദലന മറിയം. അപ്പോൾ ബൈബിളിലെ പ്രധാന 2-3 ലേഡീസിനെ എടുക്കാം. 1 മാതാവ്, 2 സമരിയാക്കാരി. എന്നാൽ മാതാവും സമരിയാക്കാരി നോക്കുമ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റാ. 1 മഗ്ദലന മറിയം. അപ്പൊ ഇവരെല്ലാം മഗ്ദലന മറിയം ാണ് ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം വന്ന് കാണുന്നത് തന്നെ. ഇതെല്ലാത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഹീലിംഗ് എന്ന് നമ്മൾ പറയുന്ന വാക്കിന്റെ ആന്തരിക അർത്ഥം ഒരു രൂപാന്തരീകരണമാണ് വേണ്ടത്. അതിൻ്റെ ഒരു പ്രത്യക്ഷ അനുഭവമാണ് ഈ സൗഖ്യ പ്രാർത്ഥനകളെല്ലാം. എന്നാൽ അതിൻ്റെ ആന്തരികമായ അനുഭവം ഉയർപ്പ്. അതാണ് അവസാനം 11-ാം അധ്യായത്തിൽ ഈശോ ഈ വെള്ളം വീഞ്ഞായത് തന്നെയാണ് ലാസറിന്റെ ഉയർപ്പ്. ലാസറിന് അസുഖമാകാൻ കർത്താവ് അനുവദിച്ചതാണ്. ലാസർ കർത്താവിൻ്റെ ഉറ്റ സുഹൃത്താണ്. ഞാനൊരു രോഗശാന്തിക്കാരൻ മാത്രമല്ല, ഞാൻ വന്നിരിക്കുന്നത്
സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കി മഹത്വം അണിയിക്കുക എന്നുള്ളതാണ് മഹത്വം. അതാണ് നമ്മൾ ഈ കുർബാനയിൽ മുഴുവനും പറയുന്നൊരു വാക്കാണ് മഹത്വം. അത്യുന്നതം ആ ഗ്ലോറി 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 എല്ലാം പാടുന്നത് മഹത്വമാണ്, മഹിമയാണ് ദൈവം നമുക്ക് തരുന്നത്. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ മഹത്വമാണത്. അപ്പം ഈ മഹത്വം നമ്മൾ അണിഞ്ഞിരിക്കുന്നു മാമോദീസായിലൂടെ. ആ മഹത്വം ഉയർപ്പിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ കുർബാന സീറോ മലബാർ എന്ന് പറയുന്നത് ഒരു ഈസ്റ്റേൺ ലിറ്റർജിയാണ്. ഇവിടെ കുരിശത്തെ ആ കുരിശൊന്ന് എടുത്തോണ്ടിരാമോ, അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ആ കുരിശിൽ നോക്കൂ, ആ കുരിശിൽ കാണുന്ന അല്ലെങ്കിൽ അത് കൊണ്ടുപോവാ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് മനസ്സിലാക്കുമ്പോൾ സീറോ മലബാർ കുരിച്ച ആൾക്കാരിങ്ങനെ പറയും ക്ലാവർ കുരിച്ചെന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം മനസ്സിലാവാനിട്ടാണ്. അപ്പോൾ സീറോ മലബാർ ക്രോസ് അല്ലെങ്കിൽ കുരിശിൻ്റെ പ്രത്യേകത ഉയർപ്പാണ്. അതിൽ കർത്താവിൻ്റെ ശരീരമില്ല. അപ്പോൾ ഈ സീറോ മലബാർ കുരിശിൻ്റെ പ്രത്യേകത ഇവിടെ കർത്താവിൻ്റെ ശരീരമില്ല, അതായത് ഉയർപ്പിൻ്റെ മഹത്വമാണ്. ഈ തമാശയ്ക്ക് പറയുന്നുണ്ട് ക്ലാവർ ക്ലാവർ എന്ന് പറയുന്നുണ്ട്, പക്ഷെ മനസ്സിലാകാൻ വേണ്ടി വിചാരിച്ചാൽ മതി. ഇത് വിരിയുകയാണ്, പൂ മൊട്ട് വിരിയുന്നതാണ്. കണ്ടോ, മുട്ട് പൂ വിരിയുന്നത്, പുതുജീവൻ, സ്പ്രിങ്. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ വിൻ്ററിനെല്ലാം വിൻ്റർ എന്ന് പറയുമ്പോൾ ഇലകൾ പോയി, പൂക്കൾ പോയി, പക്ഷെ വി നോ ഇറ്റ് വിൽ സ്പ്രിങ്. സോ ദിസ് ഈസ് ദ സ്പ്രിങ്. ആ പുതിയ ജീവൻ വരുന്നു, അതാണ് ഈ പൂമൊട്ടുകൾ. അതെങ്ങനെ വരുന്നു? പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അപ്പോൾ ആ യേശുവിൻ്റെ മരിച്ച ശരീരത്തിനെ പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ച പോലെ, മഹത്വം അണിയിച്ച പോലെ, നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കുരിശിലൂടെ അവൻ്റെ ജീവൻ യേശുവുമായിട്ട് തറയ്ക്കപ്പെടുകയും യേശുവിനോടൊപ്പം അടക്കപ്പെടുകയും യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് കുരിശ്, അതാണ് ഈ സീറോ മലബാർ. അതാണ് ഇത് ഈ താഴെ കാണുന്നത് താമരയാണ്. അത് ഭാരതത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ഇന്നത് BJP-ക്കാർ ഉപയോഗിച്ചു, പക്ഷേ നമ്മൾ 2000 വർഷം മുമ്പേ താമരയുടെ ചിഹ്നം ക്രിസ്ത്യാനിയുടെ ചിഹ്നമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. താമരയുടെ പ്രത്യേകത എന്താ? താമര ചെളിയിലേ വളരുകയുള്ളൂ, എന്നാൽ താമരയിൽ ചെളിയില്ല. ചെളി നിറഞ്ഞ പോണ്ടിൽ മാത്രമേ താമരയ്ക്ക് വളരാൻ പറ്റുള്ളൂ. എന്ന പോലെ നമ്മൾ ഈ ചെളി നിറഞ്ഞ അശുദ്ധമായ ലോകത്തിലാണെങ്കിലും നമ്മളെ യേശുക്രിസ്തു പുതിയ സൃഷ്ടിയാക്കി നമ്മളിൽ അശുദ്ധിയില്ലാത്തവരാവും. നമ്മൾ ചെളിയിലാണ്, എന്നാൽ നമ്മളിൽ ചെളിയില്ല. ഇത് കാൽവരിയിലേക്കുള്ള പടവ്, ഈ സ്റ്റെപ്പുകളാണ്. ഇത് കാൽവരിയിലേക്കുള്ള കുരിശിൻ്റെ വഴിയാണിത്, ഈ പടവുകൾ. ഇതാണ് ഈ സീറോ മലബാർ കുരിശിൻ്റെ അല്ലെങ്കിൽ സെൻറ് തോമസ് കുരിശിൻ്റെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഉയർപ്പാണ് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യം. ഉയർപ്പ്, നമ്മൾ ഉയർപ്പിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഉയർപ്പിൻ്റെ അനുഭവമാണ് മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന. കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നുവനും. കണ്ടോ, ശരീരങ്ങളെ ഉയർപ്പിക്കും. നമ്മളുടെ ശരീരം ഇപ്പോൾ മരിക്കും, മരിച്ചാൽ ഇത് ചീഞ്ഞാൽ അത് അന്ത്യദിനത്തിൽ ഉയർത്ത് പുതിയ ശരീരം ഉണ്ടാകും എന്ന് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടുകൂടി അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ഉയർപ്പിൻ്റെ മുൻകൂർ അനുഭവം നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ലഭിക്കുകയാണ്. നമ്മൾ സ്വീകരിക്കുന്ന ഈശോ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന രണ്ടാം വരവിൽ ഈശോ വന്നു കഴിയുമ്പോൾ സ്വർഗരാജ്യം അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ള വിശ്വാസത്തോടെ ആ വരാനിരിക്കുന്നവനെയാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത്. വരാനിരിക്കുന്ന, ഉയർപ്പിക്കുന്ന, അതാണ് ഈശോ മാർത്താ മറിയത്തിനോട് പറഞ്ഞത്. അവർ കരച്ചിലാണ്. അവർ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉറ്റ സുഹൃത്താണ് ഈശോ. മിക്കവാറും എല്ലാ ദിവസവും അവർ കണ്ടിരുന്ന. 12-ാം വയസ്സിൽ ഈശോ ജെറുസലേം ദേവാലയത്തിലൊക്കെ വന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത്. അങ്ങനെ അവരുടെ ബാല്യകാല സുഹൃത്തായിരുന്നു ഈശോ. ആ ഈശോയുടെ ഉറ്റ സുഹൃത്താണ് ലാസർ.
ലാസർ സുഖമില്ലാണ്ടായപ്പോൾ ഇവർ നമ്മുടെ ഈശോ ഒന്ന് പറഞ്ഞാൽ സുഖപ്പെടൂലേ, അവൻ ഈശോനൊന്ന് അറിയിച്ചാൽ മതി, ഇത്ര പറഞ്ഞാൽ മതി, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. പക്ഷേ ഈശോ മനഃപൂർവ്വമാണ് അവനെ സുഖപ്പെടുത്താതിരിക്കുന്നത്. കാരണം അവൻ മരിക്കണം. മരിച്ചാൽ അവനെ ഉയർപ്പിക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഉയർപ്പ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി കൂടിയാണ് ലാസറിനെ മരിപ്പിക്കുന്നതും. പക്ഷെ പെങ്ങന്മാരെ എന്നിട്ട് കിടന്ന് കരച്ചിലാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പൊ ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർക്കും. അതെനിക്കറിയാം, അന്ത്യദിനത്തിൽ ഉയർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴാണ് ഈശോ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഒറ്റ വചനം, ബൈബിളിൽ മറ്റൊരു സുവിശേഷകരും രേഖപ്പെടുത്താത്തത് വചനം. എന്താണത്? ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. മനസ്സിലാക്കണം, അതിനെ ആഴമായി പഠിക്കണം. എന്താണ് അടുത്ത പ്രത്യേകത? ഞാനായിരിക്കും എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ ആകുന്നു. പ്രസന്റ് ടെൻസ്. അതാണ് അതിൻ്റെ പ്രധാന കാര്യം. ഇവര് പറയാണ്, മർത്ത പറയാണ്, അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആരാണ് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നത്? ഞാൻ ആകുന്നു. അതായത് ആ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാൻ വരുന്ന യേശു ആണ് ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഉയർപ്പ് അവളുടെ തല പൊളിഞ്ഞ മാതിരിയായി, അല്ലെങ്കിൽ അവളുടെ വിശ്വാസം കൊടുമുടിയോ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം അവൾ വിശ്വസിച്ചിരുന്നത് ഈ യേശു എല്ലാവരുടെയും രോഗശാന്തി നടത്തേണ്ട ഒരാളാ. പക്ഷെ ഇപ്പോൾ അവളുടെ വിശ്വാസം കൊടുമുടിയോടെ ഉയർന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നീയാണ് ജീവനും പുനരുത്ഥാനമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വാ, എവിടെയാ അവൻ അടക്കിയിരിക്കുന്നത്? അവിടെ ചെന്നു ആ കല്ലെടുത്ത് മാറ്റ്. ഇപ്പൊ ദുർഗന്ധം വമിക്കുന്നുണ്ടാവും, ഇപ്പോൾ 4 ദിവസമായി. അതാണ് മറ്റൊരു കാര്യം. 3 ദിവസം വരെ യഹൂദര് ടോംബ് തുറന്ന്, കല്ലറ തുറന്ന് ആ ബോഡിയെ എംബാം ചെയ്യും, അല്ലെങ്കിൽ ബോഡിയെ ലേപനം ചെയ്യും സുഗന്ധദ്രവ്യങ്ങൾ. 4-ാം ദിവസം തുറക്കില്ല. കാരണം 4-ാം ദിവസം ശരീരം ജീർണിക്കാൻ ആരംഭിക്കും. അതുകൊണ്ടാണ് ഈശോ 4-ാം ദിവസം വന്നത്. ജീർണിക്കുന്ന ശരീരത്തെ ഉയർപ്പിക്കുന്നവനാണ് ഞാൻ എന്ന് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഈശോനെ കുറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. യേശു ഉയർത്തത് 3-ാം ദിവസമാണ്. അതുകൊണ്ടാണ് യേശു എപ്പോഴും പറഞ്ഞത്, 3-ാം ദിവസം ഞാൻ ഉയർക്കും, 3-ാം ദിവസം ഞാൻ ഉയർക്കും എന്ന് പറയണതിന് വലിയ അർത്ഥമുണ്ട്. യേശു 4-ാം ദിവസത്തിലേക്ക് പോകില്ല. കാരണം യേശുവിൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കില്ല എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പൂർത്തിയായിക്കൊണ്ട്. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. ഈശോ ഇവിടെ വന്നിരിക്കുന്നത് 4-ാം ദിവസമാണ്, അതായത് ശരീരം ജീർണിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ. ഈ ജീർണിക്കുന്ന അവസ്ഥയാണ് മനുഷ്യവംശത്തിൻ്റെ പാപം മൂലമുണ്ടാകുന്ന ഏറ്റവും വികലമായ അവസ്ഥ. എന്നാൽ അങ്ങനെ ആയാലും ഈശോ അതിനെ വെള്ളം വീഞ്ഞാക്കുന്ന പോലെ രൂപാന്തരപ്പെടുത്തി പുത്തൻ ശരീരമാക്കി മാറ്റും. അങ്ങനെയുള്ള ഒരു സൗഖ്യത്തിലൂടെ മാത്രമേ പൂർണ്ണമായിട്ട് നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകുകയുള്ളൂ. നമ്മൾ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കുന്നതിലൂടെ അല്ല പാപമോചനം ഉണ്ടാകുന്നത്. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ മെറ്റനോവ, ടേൺ ബാക്ക്. അതായത് പ്രത്യേകിച്ച് ഫരിസേയരും നിയമജ്ഞരും കൽപ്പനകളെയും അവരുടെ പ്രവൃത്തിയിലും നോക്കിക്കൊണ്ടിരിക്കുന്നവർ പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, നീ ദൈവത്തിലേക്ക് നോക്കൂ, എന്നിലേക്ക് നോക്കൂ, കർത്താവിലേക്ക് നോക്കൂ. കർത്താവിലേക്ക് നോക്കുമ്പോൾ കാര്യം മാറും. അപ്പോൾ മർത്ത വീണ്ടും വീണ്ടും പറയാണ്, അയ്യോ ഇപ്പോൾ നാറുന്നുണ്ടാവും, ചീഞ്ഞ്. ഈശോ പറഞ്ഞു, മാർത്ത മാർത്ത, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. എന്താ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞേ, നീ വിശ്വസിക്കുമെങ്കിൽ എന്ത് കാണും? ദൈവമഹത്വം കാണും. ഇതാണ് ടോട്ടാലിറ്റി ഓഫ് ക്രിസ്ത്യൻ എക്സ്പീരിയൻസ്.
ഫരിസേയർ ഈശോയോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവഹിതമനുസരിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി എന്താണ്? ഈശോ പറഞ്ഞു, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. നമ്മൾ പ്രവൃത്തി എന്നത് ഒരിക്കലും ഒരു വിശ്വാസമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ ഈശോ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തു നമ്മൾക്ക് എന്താണ് ചെയ്യുന്നതെന്നും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ആ യേശുവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നടക്കും. എങ്ങനെ നടക്കും? വെള്ളം വീഞ്ഞാക്കി H2O എന്ന ഈ സബ്സ്റ്റൻസിനെ CH3CH2OH എന്ന മറ്റൊരു സബ്സ്റ്റൻസ് ആക്കി ട്രാൻസബ്സ്റ്റാൻഷ്യൻസ്. അതാണ് നമ്മുടെ കുർബാനയുടെ അന്തസത്ത. ബ്രെഡും അപ്പവും വീഞ്ഞും നമ്മൾ അർപ്പിക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുത്തത് അപ്പവും വീഞ്ഞുമാണ്. പക്ഷെ ഇങ്ങോട്ട് കിട്ടുന്നതോ എന്തവിടെ സംഭവിച്ചു? നമുക്ക് വല്ല സംശയമുണ്ടോ? നമ്മൾ സ്വീകരിക്കുന്നത് അപ്പവും വീഞ്ഞും അല്ല, യേശുവിൻ്റെ ശരീരവും രക്തവുമാണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. ദാറ്റ് ഈസ് അവർ ഫെയ്ത്ത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ സിംബോളിക്, ഇറ്റ് ഈസ് ദ ട്രൂത്ത്. അത്തരത്തിലുള്ള ഒരു ട്രാൻസബ്സ്റ്റാൻഷ്യേറ്റിംഗ് പവറാണ് കർത്താവ് ഈശോ മിശിഹ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളാകുന്ന ഈ സമരിയാക്കാരിയെ, നമ്മളാകുന്ന ഈ സാവൂളിനെ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റുന്നു. അതിൻ്റെ ഒരു അനുഭവമാണ് ഈ രോഗശാന്തി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ. രോഗശാന്തി നടത്താൻ വേണ്ടിയല്ല ഈശോ എല്ലാവരും എന്നാൽ പിന്നെ ഈ രോഗശാന്തിയൊക്കെ നടത്തിയാണെങ്കിൽ പിന്നെ ആശുപത്രിയുടെയൊക്കെ എന്താ ആവശ്യം? ഈശോ തന്നെ പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗശാന്തി ഒരടയാളമാണ്. ഈശോ പറഞ്ഞു, വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. എന്താ അടയാളം? വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ അവനിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വസിക്കുന്നു. അവൻ രോഗിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗം സുഖപ്പെടും. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു അടയാളം ഇവിടെ കാണാൻ പോവുകയാണ്. നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് വയ്ക്കും, നമ്മൾ ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് നിങ്ങളിൽ രോഗികളായിട്ടുള്ള ആദ്യം 1-2 പേർക്ക് ഞാൻ നേരിട്ട് പ്രാർത്ഥിക്കാം, ഞാനും അച്ഛനും കൈവച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ വേദന, ശരീരത്തിൽ പ്രകടമായ വേദനയുള്ള 1-2 പേര് വരിക. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ആ വേദന മാറുന്നത് കാണാൻ പറ്റും. അവരുടെ മുഖം മാറുന്നത് കാണാൻ പറ്റും. അവരിൽ ദൈവത്തിൻ്റെ ശക്തി ഒഴുകുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാ? ദ റീസൺ ലോർഡ് ഈസ് ലിവിങ് നൗ. ഒരിക്കൽ ഞാൻ UK-ൽ ഇത് വേറൊരു ധ്യാനമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു കാരിസം റിട്രീറ്റ് എന്ന് പറയും. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, തോമസ് പോൾ, എൻ്റെ കയ്യിൽ ഈ പപ്പടം പോളച്ചിരിക്കുന്ന മാതിരി അച്ഛൻ്റെ കയ്യിൽ ഒരു പോളം. ഞാൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. അതെന്താ? അതവിടെ ഇരിക്കട്ടെ, നമുക്ക് വൈകുന്നേരം ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. നല്ല പണിയായി. എനിക്ക് ഭയങ്കര വേദനയ്ക്കാണ്. ഇരിക്കട്ടെ അച്ചോ, അത് കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച മാതിരി ഒരു സാമ്പിളിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഉച്ച കഴിഞ്ഞിട്ട് രോഗശാന്തി നടത്തുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കാൻ പാടില്ല. എന്താണ് രോഗശാന്തി? കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ സ്പർശിക്കുമ്പോൾ രോഗം സുഖപ്പെടും. എന്നിട്ട് ഞാൻ അച്ഛനെ ഇങ്ങനെ കൈ പൊടിച്ചു നിർത്തി. അച്ഛൻ്റെ കൈയുമ്പോൾ ഇങ്ങനെ പപ്പടം പോളച്ചിരിക്കുന്ന മാതിരി ഒരു പോളയാണല്ലോ. കണ്ടോ? നോക്കിക്കോളൂ. ഇപ്പോൾ ഇത് മാറുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാമല്ലോ, ഇല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയ ആ സംഭവം. എന്നിട്ട് ഞാൻ സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പപ്പടം പോളച്ചിരിക്കുന്ന മാതിരിയുള്ള പോള അവിഞ്ഞില്ലാതായി. ജനങ്ങൾ മുഴുവനും കോരിത്തരിച്ചു. ഭയങ്കര ദൈവാനുഭവം. എല്ലാവരുടെയും വിശ്വാസം തലം ഉയർന്നു. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. എല്ലാവർക്കും രോഗശാന്തി.
ഈ വിശ്വാസികളായ നിങ്ങൾക്ക് എല്ലാവരിലും ഈ വരമുണ്ട്. ഞാനൊക്കെ പണ്ട് വിചാരിച്ചിരുന്നു ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇതെല്ലാവർക്കും ഉണ്ട്.